മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ NTPCക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ബാൾട്ടോരോ ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ റേഞ്ചിലാണ് ബാൾട്ടോരോ ഗ്ലേഷ്യർ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് ഇതാണ്: ലഡാക്ക്, കാരക്കോറം, സസ്കർ, പിന്നെ പീർ പഞ്ചൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ബാൾട്ടോരോ ഗ്ലേഷ്യർ എവിടെ സ്ഥിതി ചെയ്യുന്നു. ശ്രദ്ധിച്ചോടാം, ഇത് ഇന്ത്യയുടെ നോർത്തേൺ റീജിയൻ ആണെന്ന് സങ്കല്പിച്ചോ. then അത് കഴിഞ്ഞാൽ ഈ പോകുന്നതാണ് നമ്മുടെ കാരക്കോറം റേഞ്ച്. ഇതാ ഇങ്ങനെ പോകുന്നതാണ് കാരക്കോറം റേഞ്ച്. ഓക്കെ, അപ്പൊ ഈ കാരക്കോറം റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് ആണ്. ഒന്നാമത്തേത് സിയാച്ചിൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ സിയാച്ചിൻ ആണ്. സോ സിയാച്ചിന്റെ ലെങ്ത് വന്നിട്ട് 76 കിലോമീറ്റർ ആണ് സിയാച്ചിന്റെ ലെങ്ത് വരുന്നത്. രണ്ടാമത് വരുന്നത് ബയാഫോ ആണ്. ഓക്കെ, ബയാഫോ. ഈ ബയാഫോയുടെ ലെങ്ത് വരുന്നത് 67 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അത് കഴിഞ്ഞ മൂന്നാമത് വരുന്നത് സിയാച്ചിൻ ബയാഫോ. മൂന്നാമതാണ് ബാൾട്ടോറോ വരുന്നത്. ഈ ബാൾട്ടോറോയുടെ ലെങ്ത് വരുന്നത് 62 കിലോമീറ്റർ ആണ് ബാൾട്ടോറോയുടെ ലെങ്ത് വരുന്നത്. then അത് കഴിഞ്ഞ നാലാമത് വരുന്നത് ഹിസ്പർ ആണ്. ഹിസ്പർ, ഈ ഹിസ്പറിന്റെ റേഞ്ച് വരുന്നത് 49 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, ഈ കാരക്കോറം റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് ആണ് സിയാച്ചിൻ, ബയാഫോ, ബാൾട്ടോറോ, പിന്നെ ഹിസ്പർ. അതിൽ ഏറ്റവും നീളം കൂടിയതാരാണ്? സിയാച്ചിൻ ആണ്. then രണ്ടാമത് ബയാഫോ, മൂന്നാമത്തേത് ബാൾട്ടോറോ, നാലാമത്തേത് ഹിസ്പർ. ഇത്രയും ഗ്ലേഷ്യേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം റേഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ ഏതാണ്? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ, ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. ആ ഗ്ലേഷ്യറിൽ നിന്നുള്ള ജലമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലേക്കായ സിക്കിമിലെ ചോലാമു ലേക്കിനെ ഫില്ല് ചെയ്യുന്നത്. ആൻസർ താഴെ കമന്റ് ചെയ്തോളാം.